ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. SFIയും മറ്റും AISFും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം, ഇവിടെ നടന്ന പോലീസിന്റെ ക്രൂരമായ അതിക്രമങ്ങൾ, നിയമലംഘനം, വേഷധാരികളായ പോലീസുകാർക്ക് പുറമെ വേഷപ്രച്ഛന്നരായ പോലീസുകാർ, അതല്ലെങ്കിൽ ഇവരുടെ ഗുണ്ടകൾ, ഇവർ വന്ന് നടത്തിയ അതിക്രമങ്ങളുണ്ട്. അത് പരിശോധിച്ച് യൂണിയൻ ഗവൺമെന്റ് നിയമലംഘനം നടത്തുക, അങ്ങനെ നിയമലംഘനം നടത്തിയ പോലീസുകാരെയും പോലീസുകാരോടൊപ്പം നിന്ന അക്രമികളെയും സംബന്ധിച്ച വിവരങ്ങൾ, അതിൻ്റെ ഫുട്ടേജ് ഉണ്ട്, ഷൂട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റും പറഞ്ഞത്. അദ്ദേഹം ഒന്ന് പറയുകയും പിന്നെ തിരുത്തി പറയുകയും ചെയ്യുന്ന ആളാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസുമാരൊക്കെ ഇങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ എന്നെ വിളിച്ച് കോടതി അലക്ഷ്യത്തിന് നടപടി വേണേൽ സ്വീകരിക്കാം എന്ന ഒരു നിരീക്ഷണമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്രയൊക്കെ ഉത്തരവാദിത്വം കാണിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യം. എന്തായാലും അദ്ദേഹത്തിനോട്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയോട് നന്ദി പറയണം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പുതിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അഭിജിത് ദിക്കെ ആണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില നിരീക്ഷണങ്ങൾ അല്ലേ, ആ നിരീക്ഷണങ്ങളെ തുടർന്നാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവർ, പാറ്റകളെപ്പോലെയും ചതിലുകളെപ്പോലെയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ പാറ്റകളുടെ ഒരു സംഘടന ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അഭിജിത് ദിക്കെ മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം അവശേഷിക്കുകയാണ്. ജന്തർ മന്ദറിൽ നടന്ന അതിക്രമങ്ങൾ, അതിന് ഉത്തരവാദികളായവർ, അവരുടെ പേരിൽ നടപടി ഉണ്ടാവണം, അതിനുമേൽ അന്വേഷണം ഉണ്ടാവണം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഇപ്പോഴും എടുത്തിട്ടില്ല, യാതൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ പുതിയ വിവരമായിരിക്കും ഇത്. ഡൽഹിയിൽ അഭിജിത് ദിക്കെയും SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും മറ്റ് AISFന്റെയും ICയുടെയും ഒക്കെ ആള് പരസ്പരം സംസാരിച്ചിട്ട് ഇന്ത്യയിലെ പ്രമുഖനായ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ ജന്തർ മന്ദർ സമരം നടക്കുന്നതിനിടയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അവിടെ കെട്ടയിച്ചു വിട്ട ക്രൂരമായ നിയമലംഘനങ്ങൾ, പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമലംഘനങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം ഈ സമരരംഗത്തുള്ളവർ ഇപ്പൊ കൂട്ടായിട്ട് ആലോചിച്ച് ഒരു അഭിപ്രായം രൂപീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് ഗോപാൽ ഗൗഡ, പ്രായമായിട്ട് ഓർമ്മ കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നു. അപ്പൊ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഗോപാല ഗൗഡ ജന്തർ മന്ദറിൽ നടന്ന സമാധാനപരമായ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ നാളുകളിൽ അവിടെ നിയമലംഘനം നടത്തിയ, സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനികളെ കടന്നാക്രമിച്ച പോലീസുകാരും പോലീസുകാർക്കൊപ്പമുണ്ടായിരുന്ന അക്രമികൾ, ഗുണ്ടകൾ, അവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യം ജസ്റ്റിസ് ഗോപാല ഗൗഡ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകൾ കൂട്ടായിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് തന്നെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, കുറ്റവാളികളെ കുറിച്ച് അന്വേഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഭാവിയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നിയമപാലകരാകേണ്ട പോലീസുകാർ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഈ സമരരംഗത്തുള്ളവർ ഉദ്ദേശിക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അത് ഒന്ന്, സംസ്ഥാനത്ത് പലയിടത്തും പ്രവേശന പരീക്ഷകൾ വികേന്ദ്രീകൃതമായിട്ടാണ് നടത്തിപ്പോന്നിരുന്നത്. ഇപ്പോൾ BJP ഭരണത്തിന് കീഴിൽ എല്ലാം കേന്ദ്രീകരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇവരുടെ നയത്തെ 3C, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ C എന്ന അക്ഷരം കൊണ്ട്
അതിൻ്റെ വിപുലീകരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് സെൻട്രലൈസേഷൻ, അതാണ് രാജ്യത്ത് മുഴുവൻ പ്രവേശന പരീക്ഷകൾ നടത്താൻ ഒരു പുതിയ ഏജൻസി ഇവരുണ്ടാക്കിയിരിക്കുകയാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA. ഇതിനെ ഡിസ്ബാൻഡ് ചെയ്യണം, ഇതിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം നിലനിൽക്കുകയാണ്. ഇതിനെ പിരിച്ചുവിടാൻ ഇപ്പോഴും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ C, കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അത് തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക്, ഡൽഹിയുടെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. പിന്നെ കമ്മ്യൂണലൈസേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വർഗീയവൽക്കരണം. ഇത് മൂന്നും തുടരുകയാണ്. ഒരുപക്ഷെ BJP ഗവൺമെന്റിനെ ഇവിടുന്ന് തുടച്ചു മാറ്റിയാലേ ഇതിന് മൂന്നിനും അവസാനം കുറിക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. BJP ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ് ഈ വിദ്യാർത്ഥി സമര വിജയത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളും സമരങ്ങളും പ്രവർത്തനങ്ങളും ഇനി തുടർന്നുള്ള നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമരത്തിൻ്റെ വിജയ മുഹൂർത്തത്തിൽ, വിജയത്തിൻ്റെ ഒരു ഘട്ടം ഈ സന്ദർഭത്തിൽ CJPയുടെ നേതാവ് ശ്രീ അഭിജിത്ത് ലിപ്കയെ അനുമോദിക്കുന്നു, സോനം വാൻചുക്കിനെ അനുമോദിക്കുന്നു. സമരരംഗത്ത് CJPക്കൊപ്പം നിന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഈ സംഘടനകളാണ് മുഖ്യമായും ജന്തർ മന്ദറിൽ ഈ സമരത്തിൽ CJPക്കൊപ്പം അണിനിരന്ന് നിന്നത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കല, സാഹിത്യം, സിനിമ, സ്പോർട്സ്, ഈ മേഖലകളിലെല്ലാമുള്ള നാടിൻ്റെ അഭിമാനഭാജനങ്ങളായ പ്രശസ്തരായ ഒട്ടനവധി പേർ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവരെയെല്ലാം അഭിനന്ദിക്കാനും അവരോട് നന്ദി പ്രകാശിപ്പിക്കാനും കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.